അവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ശാലിനിയും വിഷ്ണുവും തമ്മിലുള്ള കുറേ പ്രണയ മുഹൂർത്തങ്ങളാണ്. അവർ ബീച്ചിലൊക്കെ പോകുന്നതും അവിടെ നിന്ന് സംസാരിക്കുന്നതും അവരുടെ ഓരോ ഇഷ്ടങ്ങളും പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതൊക്കെയായിരുന്നു ആദ്യത്തെ സീനിൽ കാണിച്ചത്. പിന്നീട് അവരൊരു തട്ടുകടയിൽ കയറി തട്ടുദോശ കഴിച്ച് അങ്ങനെ സന്തോഷത്തോടു കൂടി തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് തിരിച്ച് ഓട്ടോയിൽ വന്നിറങ്ങുന്ന സമയത്ത് നമ്മുടെ ശാലിനി ഓരോ കാര്യങ്ങളൊക്കെ പറയും, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സമത്വത്തെക്കുറിച്ചും. അപ്പം വിഷ്ണു പറയും, അപ്പം സ്ത്രീക്ക് ഗവൺമെൻറ് ജോലി ആണെങ്കിൽ ഭർത്താവിനും ഗവൺമെൻറ് ജോലി വേണമെന്നല്ല നീ പറയുന്നേ, എന്തായാലും ഞാൻ നോക്കട്ടെ ഒന്ന്. അപ്പോൾ ശാലിനി പറയും എന്താന്ന് പറയാൻ പറയും. അപ്പം വിഷ്ണു പറയും അത് സസ്പെൻസാണ്, നമ്മുടെ ഈ നോവലിലൊക്കെ കാണുന്നത് പോലെ തുടരും എന്നുള്ളത്. അപ്പം നാളെ കാണാം എന്നും പറഞ്ഞിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് വിഷ്ണു അവിടെ നിന്ന് പോവുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ സത്യഭാമയാണ് പൊന്നിയെ നോക്കി വെയിറ്റ് ചെയ്യുകയാണ്. പൊന്നു വരുന്നേ ഇല്ല. അങ്ങനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞൊരു പൊന്നി കടന്നു വരും. അപ്പോൾ പൊന്നു വിളിക്കും, നീ എന്താ ലേറ്റ് ആയത്? അപ്പോൾ പൊന്നു പറയും, ആ ശാന്തയെ കണ്ടിരുന്നു, അവരാണ് മറ്റേ കുഞ്ഞുങ്ങൾ അപകടത്തിൽപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് പറയും. കുഞ്ഞുങ്ങൾ അപകടത്തിൽപ്പെട്ടെന്നോ? അതേന്ന് പറയും. അപ്പോൾ ടൂറിന് പോയപ്പോൾ ഇങ്ങനെ അപകടങ്ങളുണ്ടായി എന്ന് പറയും. അതിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നെന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ അവർ ഗോപാൽ നമ്മുടെ രാഘവൻ നായരോട് പറയും, എവിടെയും പോകരുത്, ഇവിടെ തന്നെ ഇരിക്കണം, മരുന്ന് കഴിക്കണം, പിള്ള ഇപ്പം തന്നെ വരും എന്നും പറഞ്ഞിട്ട് അവർ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നീട് നമ്മുടെ വിഷ്ണു ആണ് പിറ്റേ ദിവസം രാവിലെ കളക്ടർ ഓഫീസിൽ ചെല്ലുകയാണ്. ഡ്രൈവർ പോസ്റ്റിങ്ങിലേക്ക് വിഷ്ണുവിന് ജോലി ലഭിക്കുകയാണ്. പക്ഷെ വിഷ്ണുവിന് അറിയില്ല ശരിക്കും ശാലിനിയുടെ വണ്ടിയാണ് ഓടിക്കേണ്ടത്. അങ്ങനെ അയാൾ കീ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വിഷ്ണു ഒക്കെ പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മുടെ കമലിനും അവിടെ നിൽപ്പുണ്ട്. അപ്പം വണ്ടി നോക്കും, വണ്ടി കാണത്തില്ല. എവിടെയാണ് വണ്ടി എന്ന് ചോദിക്കുക. അപ്പോഴാണ് കളക്ടർ വണ്ടി കാണുന്നത്. അപ്പോൾ അവിടുന്ന് അവർ പറയും കളക്ടർ വണ്ടിയുടെ ഡ്രൈവറായിട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയും. അപ്പോൾ വിഷ്ണു വളരെ സന്തോഷം. അങ്ങനെ വിഷ്ണു സന്തോഷത്തോടു കൂടി വണ്ടിയുടെ അടുത്ത് ചെല്ലും. വണ്ടിയുടെ അടുത്ത് നിന്ന് വണ്ടി ഓടിച്ച് ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇതേ സമയത്ത് ശാലിനിയാണെങ്കിൽ നമ്മുടെ ശാരിക തലകറങ്ങി വീഴുന്നുണ്ട്. തലകറങ്ങി വീഴുന്ന സമയത്ത് എല്ലാവരും പെട്ടെന്ന് പാനിക്കാവുന്നു. അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്ക് ചെയ്യുമ്പോൾ ശാരിക പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നു. അപ്പോൾ ശാരികയ്ക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുന്നു. പെട്ടെന്ന് തന്നെ ഹസ്ബൻഡിനെ അറിയിച്ചോളാൻ ഡോക്ടർ പറയുകയാണ്. അങ്ങനെ ആ ഒരു സന്തോഷവും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. പിന്നീടാണെങ്കിൽ നമ്മുടെ കുടുംബശ്രീ ശാരദ വീട്ടിൽ കളക്ടർ വണ്ടി വന്നിങ്ങനെ ഓൺ അടിക്കുകയാണ്. അപ്പം നമ്മുടെ ശാലിനി ഇങ്ങനെ ഇറങ്ങി വരും. ശാലിനി ഇറങ്ങി വന്ന് വണ്ടിയിൽ കയറാൻ നോക്കുമ്പോഴാണ് നമ്മുടെ വിഷ്ണുവിനെ കാണുക. അപ്പം വിഷ്ണു അത് പറയാത്ത പരിഭവമൊക്കെ ഉണ്ട്. അങ്ങനെ വിഷ്ണുവിൻ്റെ കാറിൽ കയറി നേരെ കളക്ടർ ഓഫീസിൽ ചെല്ലുന്നു. പിന്നെ അവർ തമ്മിലുള്ള പ്രണയം വീണ്ടും ഇങ്ങനെ ഓരോ സീനുകളിലൊക്കെ കാണിക്കുന്നുണ്ട്. നല്ല അടിപൊളി എപ്പിസോഡാണ് വരും ദിവസങ്ങളിലെ എപ്പിസോഡ്. അങ്ങനെ കളക്ടർ ഓഫീസിൽ കൊണ്ടിറക്കുന്നു. ഭയങ്കര സന്തോഷത്തോടു കൂടിയുള്ള എപ്പിസോഡുകളാണ്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.